ഏത് സാഹചര്യങ്ങളിലും പിൻപറ്റുവാൻ കൊള്ളാവുന്ന, കൂട്ടുപിടിക്കുവാൻ കൊള്ളാവുന്ന, കൂടെ നടക്കുവാൻ കൊള്ളാവുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ആമനൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ എല്ലാം മുറുകെ പിടിക്കുവാനും ആമെ ചേർത്ത് നിർത്തുവാനും കൊള്ളാവുന്ന ഒരു ദൈവമാണല്ലോ നമ്മുടെ കർത്താവ്. ആകയാൽ ആ ദൈവസന്നിധാനത്തിൽ വളരെ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടുകൂടെ ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. അല്പസമയം ദൈവവചനം ചിന്തിക്കുവാൻ പ്രാരംഭത്തിൽ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവര് പഠിച്ചുകൊണ്ടുവന്ന വചനം പറയുവാനും അതിനുശേഷമായി ദൈവമക്കൾക്ക് സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസഭയുടെ മുൻപാകെ അറിയിക്കുവാനുള്ള അവസരവുമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ എക്സാം ആണ് അടുത്ത ഞായറാഴ്ച നടക്കുന്നത്. ഈ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ PYPA ടാലന്റ് ടെസ്റ്റിനോടുള്ള ബന്ധത്തിൽ പല ആഴ്ചകളും ക്ലാസുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആരാധനയ്ക്ക് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ആമേൻ ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം അവരെ പഠിച്ച അധ്യായങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചാപ്റ്ററുകളിൽ നിന്ന് ഒരു റിവിഷൻ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്ത ആ നിലകളിൽ ഇന്നത്തെ സൺഡേ സ്കൂൾ ക്ലാസ് എടുക്കാൻ സമയം നമുക്ക് ചെലവഴിക്കണം എന്നുള്ള കാര്യം കൂടെ ഇത്തരണത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 119 സങ്കീർത്തനമാണ് കഴിഞ്ഞ 5 ആഴ്ചകളിലായി നാം വായിച്ചു വരുന്നത്. ഇന്ന് 6ാമത്തെ ആഴ്ചയാണ്. എന്നാൽ ഇന്ന് ഞാൻ ദൈവജനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു കൊച്ചു സന്ദേശം ദൈവമക്കളുമായി പങ്കുവെച്ച് ദൈവസന്നിധാനത്തിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും ദൈവസന്നിധിയിൽ വായിക്കണം. 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അത് നമുക്ക് ബലവും ശക്തിയുമായി തീരുവാനിടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പിടിക്കുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. നമ്മുടെ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ട് വളരെ മനോഹരമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നാം ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്. എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തു ആരായിരുന്നു? യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു ഭാവിയിൽ ആരായിട്ട് വെളിപ്പെടുമെന്ന് ഇത്യാദിയുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് എബ്രായ ലേഖനം. ക്രിസ്തു ആരാണ്? ക്രിസ്തു ആരായിരുന്നു? ക്രിസ്തുവിനെ ആരായിട്ട് എന്ത് ചെയ്യും? വെളിപ്പെടുവാൻ പോകുന്നു. ഭാവി പ്രത്യാശ വിളിച്ചറിയിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തു കഴിഞ്ഞ നാളുകളിൽ ആരായിരുന്നു എന്നും ഇന്ന് നമുക്ക് ക്രിസ്തു ആരാകുന്നു എന്നും വളരെ സവിസ്തരമായിട്ട് അപ്പോസ്തലനാകുന്ന പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണെന്ന് ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്.
കാരണമെന്ന് പറയുന്നത് പൗലോസിന്റെ എഴുത്തുകൾ, പഴയ നിയമത്തിന്റെ ഉദ്ധരണികൾ എടുത്തുല്ലേഖനം ചെയ്തിട്ടുള്ള ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. നമുക്കറിയാം, യോശുവയെക്കാളും അഹരോനെക്കാളും മോശയെക്കാളും മൽക്കീസദേക്കിനേക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായ മഹാപുരോഹിതനും ആയിരുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലെ യഹൂദ ക്രിസ്ത്യാനികൾ, അന്നുള്ള ആളുകളൊക്കെ ദേവാലയത്തിലും പ്രവാചകന്മാരിലുമൊക്കെ ആശ്രയം വെച്ച് അവരാണ് വലിയവരെന്ന് കണ്ട് ആ കാലത്തിൽ അവരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു എന്ന് പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകളിൽ പരിശുദ്ധാത്മാവ് ഊന്നി ഉറപ്പിച്ച് പറയുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. തന്നെയുമല്ല, വിശ്വസ്ത വീരന്മാരുടെ പട്ടിക എടുത്തെഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എന്നാൽ 12-ാം അധ്യായത്തിലേക്ക് നാം നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ ശക്തീകരിക്കുകയും നാം എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൽ നിലകൊള്ളേണ്ടത്, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും കഷ്ടതയും ഭാരങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അടങ്ങിയിരിക്കുന്ന വാക്യഭാഗങ്ങളാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണം. ദൈവമക്കളെ, നമ്മളൊരു ഓട്ടക്കളത്തിലാണ്. അപ്പോസ്തലനാകുന്ന പൗലോസ് തന്റെ ആത്മീക ഭാഷയിൽ താൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവരെ എങ്ങനെ ഓടണമെന്നാണ്? സ്ഥിരതയോടുകൂടി ഓടണം. ഓട്ടക്കളത്തിൽ ഓടുവാൻ വേണ്ടി ഒരു വ്യക്തി തയ്യാറാകുകയാണെങ്കിൽ അവൻ അതിനുവേണ്ടിയുള്ള പരിശീലനം ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തനിക്ക് ആവശ്യമാണ്. പാട്ടുപാടുന്ന, വളരെ മനോഹരമായിട്ട് പാട്ടുപാടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശബ്ദം ഇമ്പകരമായി തീരണമെങ്കിൽ, അവരുടെ ശബ്ദം ശ്രുതിമധുരമായി തീരണമെങ്കിൽ, മറ്റുള്ളവർക്കത് ആസ്വദിക്കുവാൻ കഴിയണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പല വർജനങ്ങളും അവരാചരിക്കാറുണ്ട്. നമ്മളെ പോലെ കിട്ടുന്നതെല്ലാം അവർ കഴിക്കുകയില്ല. തണുത്ത സാധനങ്ങളും അവരുടെ ശബ്ദത്തിന് ഇടർച്ച വരുത്തുന്നതും അവരുടെ ട്യൂണ് അല്ലെങ്കിൽ അവരുടെ ഇമ്പമായ ശബ്ദത്തെ ഇടർച്ചയുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ അവരെന്ത് ചെയ്യും? വർജിക്കുവാനിടയായിത്തീരും. അങ്ങനെയാണ് ലോകം കണ്ട ആമേൻ യേശുദാസ്, ആമേൻ, ഇങ്ങനെയുള്ള ധാരാളം പാട്ടുകാരെ നമുക്കറിയാം. അവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവരുടെ ഭക്ഷണപാനീയങ്ങളൊക്കെ. ആമേൻ, എന്നതുപോലെ തന്നെയാണ് ഒരു ഓട്ട മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ വയറ് നിറച്ച് ചോറും പഴികഞ്ഞിയും ഒക്കെ കഴിച്ചിട്ടല്ല അവർ ഓടാൻ വേണ്ടി ഓട്ടക്കളത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നത്. അവർ ഭക്ഷണം മിതമാക്കും. ആമൻ, അവർ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവരാ ഓട്ടത്തിന് പരിശീലിക്കും. നാളുകളായിട്ടുള്ള അവരുടെ പരിശീലനമാണ് ഓട്ടക്കളത്തിൽ മറ്റുള്ള ഓടുന്നവരുടെ മുൻപിൽ എത്തത്തക്കവണ്ണം അവരെ വിജയ ശ്രീലാളിയായി മാറ്റുന്നത്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്, ആമേൻ, നാം എവിടെയാണ് നിൽക്കുന്നത്? ഒരു ഓട്ടക്കളത്തിലാണ് നാം നിൽക്കുന്നത്. നമ്മൾ മാത്രമല്ല, ആമേൻ, ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഓടുന്നുണ്ട്. എന്നാൽ സ്ഥിരതയോടുകൂടി ഓടുന്ന ഒരാൾക്ക് മാത്രമേ ആമേൻ കിരീടം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. നോക്കിക്കേ, സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആമേൻ, അനേക വിശുദ്ധന്മാർ, ആമേൻ, സ്തോത്രം, അവർ ജീവിച്ച് മൺമറഞ്ഞു പോയ
ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അനേക വിശുദ്ധന്മാർ പാർക്കുന്ന ഒരു മനോഹരമാകുന്ന ഭൂമിയിലാണ്, ചുറ്റുപാടുകളിലാണ് നാം ആയിരിക്കുന്നത്. യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് സാക്ഷികളുണ്ട്. ആമേൻ. അവരുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. നാമും യേശുവിന്റെ ശക്തരായ സാക്ഷികളായി തീരണമെന്നുള്ളതാണ് ദൈവവും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നാം ഒറ്റയ്ക്കല്ല. നാം ഈ ചെറിയ കൂട്ടം ഒറ്റയ്ക്കല്ല. വലിയൊരു കൂട്ടമുണ്ട്. വിശുദ്ധന്മാരുടെ വലിയൊരു നിര നമുക്ക് ചുറ്റുമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹാബേൽ മുതൽ മരിച്ച ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ ആമൻ അബ്രഹാമിന്റെ മടിയിലും വിശ്രാമ സ്ഥലത്തിലും ആമൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ആമൻ അനേക വിശുദ്ധന്മാരുണ്ട്. അവരുടെ നടുവിലാണ് നാമമായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പൗലോസ് പറയുന്നത്? സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഓട്ടം എന്ത് ചെയ്യണം? സ്ഥിരതയോടുകൂടി ഓടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുകയാണ് രണ്ട് കാര്യമാണ്. സകല ഭാരവും, ഈ ഭാരം എടുത്തുകൊണ്ടുള്ള ഓട്ടം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്, അല്ലേ? പട്ടാളത്തിലും ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് ആളുകളെ എടുക്കണമെങ്കിൽ ഇത്ര കിലോ ഭാരം അവരുടെ ചുമലിൽ ഇട്ടുകൊണ്ട് അവര് മല കയറണം. അവരെന്ത് ചെയ്യണം? ഓടണം ഇത്ര സ്പീഡില്. അതുപോലെയുള്ള ഒത്തിരി ത്യാഗപൂർണമായിട്ടുള്ള പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളിൽ പാസ്സാകുന്നവർക്ക് മാത്രമേ പട്ടാളത്തിലോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള തസ്തികകളിലേക്ക് അവരെന്ത് ചെയ്യുള്ളൂ? റിക്രൂട്ട്മെന്റിൽ സെലക്ട് ചെയ്യുകയുള്ളൂ. അപ്പൊ നോക്കി ഇവിടെ പറയുകയാണ് സകല ഭാരം എന്ത് ചെയ്യണം? വിടണം. ഈ ഭാരം വിട്ടെങ്കിലേ ഓടാൻ എന്ത് ചെയ്യുള്ളൂ? പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന ഒരുപാട് ഭാരങ്ങളുമായിട്ടാണ് ഇന്ന് രാവിലെ ഈ ആരാധനയ്ക്കായിട്ട് നാമം വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് നമുക്ക് ഭാരമുണ്ട്. എന്നാൽ ഈ ഭാരം ചുമന്നുകൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ ശക്തമായി നമുക്ക് ഓടുവാൻ കഴിയുകയില്ല. കാരണം എന്തെന്നറിയാമോ? ഈ ഭാരം നമ്മെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാരം നമ്മെ മുൻപോട്ട് പോകുവാൻ സമ്മതിക്കുന്നില്ല. ഈ ഭാരം നമുക്ക് വിശ്വാസത്തിന് തടസ്സമാണ്. ക്രിസ്തീയ ജീവിതത്തിന് ഒരു തടസ്സമായിട്ട് നിലകൊള്ളുന്ന ഒത്തിരി ഭാരങ്ങൾ നമ്മെ അലട്ടുന്നവരായിട്ടായിരിക്കാം ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ ഹോളിലേക്ക് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ നിന്റെ സകല ഭാരവും എന്റെ മേലിട്ട് കൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്താമെന്ന് പറഞ്ഞ ഒരു കർത്താവിന്റെ സന്നദ്ധിയിലാണ് ദൈവമക്കളെ നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. ആ ഭാരം നാം തിരിച്ചു കൊണ്ടുപോകുകയല്ല. ഇങ്ങോട്ട് നാം വന്നപ്പോൾ ഒത്തിരി ഭാരങ്ങളുമായിട്ടായിരിക്കാം വന്നത്. ഒരാൾക്ക് ഒരു ഭാരമാണെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു ഭാരമായിരിക്കാം. വിവിധ തരത്തിലുള്ള ഭാരത്തിനുടമകളായിരിക്കാം. പക്ഷേ ഈ ആരാധന കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ കൊണ്ടുവന്ന ഭാരവുമായിട്ടല്ല നാം പോകേണ്ടത്. ദൈവസന്നിധാനത്തിൽ ആ ഭാരം ഇറക്കി വെക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ പറയുകയാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണം. മുറുകെ പറ്റുന്ന പാപം. സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഭാരമാണ്. രണ്ടാമത്തെ വിഷയം എന്താ? മുറുകെ പറ്റുന്ന പാപം. ഈ പാപത്തെ നാം എന്ത് ചെയ്യണം? വിടാൻ തയ്യാറാകണം. പലപ്പോഴും നാം വിട്ടാലും നമ്മെ വിടാതെ പുറകെ കൂടുന്ന ചില പാപത്തിന്റെ പ്രവർത്തികൾ. സ്തോത്രം.
അത് വിടുവാനും അത് ഉപേക്ഷിക്കുവാനും നാം എന്ത് ചെയ്യണം? തയ്യാറാകണം. ഒരിക്കൽ ഒരു വെള്ളപ്പൊക്കത്തിൽ ധാരാളം വസ്തുക്കൾ ആ വെള്ളത്തിലൂടെ എന്ത് ചെയ്യുകയാണ്? ഒഴുകി മറിഞ്ഞു വരികയാണ്. കലങ്ങി മറിഞ്ഞ് ഒഴുക്കുള്ള വെള്ളത്തിൽ തേങ്ങ വരുന്നുണ്ട്, മരക്കഷ്ണങ്ങൾ വരുന്നുണ്ട്, മറ്റ് ഒത്തിരി സാധനങ്ങൾ ആ വെള്ളത്തിലൂടെ ഒലിച്ചു വരുന്നുണ്ട്. അനേക ആളുകൾ ചാടി അവര് തേങ്ങ എടുക്കുന്നു, മരക്കഷ്ണങ്ങൾ കരക്കടുപ്പിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു കറുത്ത കരിമ്പിടം പോലുള്ള ഒരു സാധനം ഒഴുകി വരുന്നത് കണ്ടിട്ട് അദ്ദേഹം എടുത്തിയാടി അതിനെ ഒന്നടങ്കം എന്ത് ചെയ്തു? രണ്ട് കൈകൾ കൊണ്ട് പിടിച്ച് കരക്കടുപ്പിക്കുവാൻ വേണ്ടി നോക്കുക. പക്ഷെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായത് ഇതൊരു കരടിയാണ് ഒഴുകി വരുന്നത്. ഈ കരടി എന്ത് ചെയ്യുന്നറിയാമോ? ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അടക്കം പിടിക്കാനിടയായി തീർന്നു. കരയ്ക്ക് നിന്ന ആളുകൾക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, നീ കൈവിട്ട് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്, നീ രക്ഷപ്പെട, അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകും. അപ്പോൾ ഈ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഞാൻ എപ്പോഴോ വിട്ടുകഴിഞ്ഞു, പക്ഷേ ഈ കരടി എന്നെ എന്ത് ചെയ്യുന്നില്ല, ഇതുവരെ വിട്ടിട്ടില്ല. നോക്കൂ, മുറുകെ പറ്റുന്ന പാപം നാം ഉപേക്ഷിക്കണമെന്ന് ചിന്തിച്ചിട്ടും ഉപേക്ഷിക്കാൻ കഴിയാത്ത പാൻ മസാലയുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പാൻ മസാല, ലഹരിയുടെ ഉപയോഗങ്ങൾ നമുക്കോ നാം അറിയുന്ന ആളുകളിലോ ഉണ്ടാകാമായിരിക്കാം. ഒരു മനുഷ്യനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: 32 വർഷമായിട്ട് പുകല തിന്നുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ നാളുകളുടെ പോക്കിൽ സുവിശേഷം പറഞ്ഞു, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, 32 വർഷമായിട്ട് തുടർമാനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പുകയിലയുടെ ഉപയോഗം ഞാൻ ഉപേക്ഷിക്കുവാനിടയായി തീർന്നു. ഞാൻ പല സന്ദർഭങ്ങളിലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, നോക്കിയെങ്കിലും എന്നെ കൊണ്ട് സാധ്യമായില്ല. പക്ഷെ ഈ ദൈവത്തിന്റെ കൃപയിൽ വന്നതുകൊണ്ട് എനിക്കത് സാധ്യമായി തീർന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ കാരണം ഒത്തിരി പാവങ്ങൾ നമ്മളെ മുറുകെ പിടിക്കുന്നതുണ്ട്. ലഹരിയുടെയും മദ്യത്തിന്റെയും പുകവലിയുടെയും ഇങ്ങനെയുള്ള ധാരാളം അസ്വസ്ഥതകൾ നമ്മെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. നമുക്കതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്കതിൽ നിന്ന് പിന്മാറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തം അതിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതാണ്. മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന യേശുവിന്റെ രക്തം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പൊ നോക്കി, ഇവിടെ പറയുകയാണ്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. അല്ലേ? എന്താ അവിടെ പറയുന്നത്? എന്താ അവിടെ പറയുന്നത്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു ഓട്ടക്കളമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, നമ്മളൊരു ഓട്ടക്കളത്തിലാണ്. വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിലാണ് നാം ആയിരിക്കുന്നത്. അനേക ഭക്തന്മാർ വീണ് പട്ടുപോയിട്ടുള്ള ഒരു ഓട്ടക്കളത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ഈ ഓട്ടക്കളത്തിൽ നാം തോറ്റുപോവുകയല്ല, പരാജയപ്പെടുകയല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിൽ ചെന്നെത്തും വരെയും നാം ഈ ട്രാക്ക് തെറ്റാതെ ഓടുവാനിടയായി തീരണം. ചിലര് ട്രാക്ക് തെറ്റി ഓടി മുന്നിലെത്തുന്ന ആളുകളുണ്ട്. സ്തോത്രം. പത്രത്തിലൊക്കെ അതിന്റെ വാർത്തകൾ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ഇന്നയാള് ഓടി മുന്നിലെത്തിയെങ്കിലും അവർക്ക് എന്ത് കിട്ടിയില്ല? ജയം വരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? ഒന്നാമത്തെ ട്രാക്കിലെ ആള് രണ്ടാമത്തെ ട്രാക്കിലൂടെ ഓടിക്കഴിഞ്ഞാൽ വിജയം ലഭിക്കുകയില്ല. ട്രാക്ക് തെറ്റിയുള്ള ഓട്ടത്തിന് എന്തില്ല? സമ്മാനമില്ല, വിജയം കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ ഓടുവാനിടയായി തീരണം. നോക്കി അടുത്ത് എന്താണ് പറയുന്നത്? വിശ്വാസത്തിന്റെ നായകനും
പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കണം. നമ്മുടെ ലക്ഷ്യം ആരായിരിക്കണം? കർത്താവായ യേശുവായിരിക്കണം. പലരുടെയും ലക്ഷ്യം ആരാണ്? പാസ്റ്ററാണ്. പലരുടെയും ലക്ഷ്യം ആരാണ്? സഹോദരന്മാരാണ്. പലരുടെയും ലക്ഷ്യം ആരാണ്? മറ്റു പലരുമാണ്. പക്ഷെ തിരുവചനം പറയുകയാണ്, ഇവിടെ പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കി ഓടുവാനിടയായി തീരണം. യേശുവിനെ നോക്കി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടുകയില്ല, നമ്മളുടെ ട്രാക്ക് തെറ്റുകയില്ല, നമ്മൾ പരാജയപ്പെടുകയില്ല, മറിച്ച് വിജയം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രം. ഓടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയാമോ? നോക്കിയേ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്നെടുത്താട്ടെ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണ്. പ്രിയമുള്ളവരെ, ഓടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, പിൻപിലുള്ളത് മറന്നുകൊണ്ട് ഓടണം. സ്തോത്രം. പിൻപിലുള്ളത് മറന്നുകൊണ്ട് ഓടുന്നവർക്ക് ഓട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? വിജയം കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യുക? മറക്കുകയാണ്. ഈ വിശ്വാസ യാത്രയിൽ എനിക്ക് നന്നായിട്ട് ഓടണമെങ്കിൽ പിൻപിലുള്ളതും പുറകിലുള്ളതും വന്നതും സംഭവിച്ചതും നടന്നതുമൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഓടാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ദുഃഖകരമായിട്ടുള്ളതും സന്തോഷകരമായിട്ടുള്ളതും നമ്മളെ പിറകോട്ട് വലിക്കുന്നതുമാകുന്ന സങ്കടപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിന്റെ പുറകിലുണ്ട്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ പിൻപിലുള്ളത് ഓർത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഓട്ടം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. അപ്പോസ്തലനാകുന്ന പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. തന്റെ പിതാവ് ഒരു കപ്പൽ ഉടമയായിരുന്നു. കോടികളുടെ സ്വത്തുള്ള കുടുംബത്തിൽ ജനിച്ചൊരു വലിയ മനുഷ്യനായിരുന്നു അപ്പോസ്തലനാകുന്ന പൗലോസ്. മതം സംബന്ധിച്ചാണെങ്കിലും പൗരോഹിത്യത്തെ സംബന്ധിച്ചാണെങ്കിലും ഒത്തിരി ശ്രേഷ്ഠതകളൊക്കെ പൗലോസിന്റെ ജീവിതത്തിൽ എടുത്തു പറയുവാനുണ്ട്. എന്നാൽ അതൊക്കെ ഇങ്ങനെയാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്, അന്നത്തെ ഡബിൾ എംഎയുള്ള അത്രയ്ക്ക് ബിരുദാനന്തര ബിരുദമുള്ള ബുദ്ധിയും ജ്ഞാനവും കഴിവുമുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു ആര്? പൗലോസ് ലീഗ. പക്ഷെ താൻ പറയുകയാണ്, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ചിന്തകൾ മാറി. താൻ പറയുകയാണ്, പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിൽ വെച്ചിരിക്കുന്നതിന് വേണ്ടി ഓടുവാൻ തയ്യാറാകുകയാണ്. സ്തോത്രം. എത്ര മഹത്വകരമാകുന്ന അനുഭവമാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറക്കണം. ഇന്ന് പകൽക്കാലം ഇവിടെ ആരാധനയ്ക്കായി കടന്നു വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആരാധന അനുഭവമായി തീരണമെങ്കിൽ, ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാൻ കഴിയണമെങ്കിൽ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ കഴിയണമെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടമോർത്താൽ നമുക്ക് ആരാധന വരികയില്ല. കഴിഞ്ഞ കാലത്തെ പ്രതിസന്ധികൾ ഓർത്തു കഴിഞ്ഞാൽ ആരാധന ശരിയാകുകയില്ല. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവം ഇതെന്ന് മാത്രമേ ആരാധന അനുഗ്രഹമായി തീരുകയുള്ളൂ. പലപ്പോഴും പല ദൈവമക്കളും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, കഴിഞ്ഞ കാലത്തിലെ നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും മാത്രം ജീവിതത്തിൽ എടുത്തു പറഞ്ഞ് ആത്മീക ജീവിതത്തിൽ ക്ഷീണിച്ചു പോകുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം പറയാം, കഴിഞ്ഞ കാലങ്ങളിലെ നിന്റെ നഷ്ടങ്ങൾ ഓർക്കുകയല്ല വേണ്ടത്. എന്നെ
വെച്ച ദൈവം ഇനിയും എന്നെ നടത്തുവാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ദൈവം നടത്താൻ വിശ്വസ്തനാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വിശ്വസ്തനാണ്. ദൈവം നമുക്ക് വേണ്ടുന്നത് നൽകി തരുവാൻ വിശ്വസ്തനാണ്. എന്ന പകൽക്കാലം ആത്മാവിൽ സ്തോത്രം പറ ദൈവമക്കൾ. ഹല്ലേലൂയ. പിൻപിലുള്ളത് മറന്ന് നോക്കിയ പൗലോസ് പറയുകയാണ്, പിൻപിലുള്ളത് മറന്ന് മുൻപിൽ ചിലതൊക്കെ ഉണ്ട്. സ്തോത്രം. ഈ ഓട്ടം ശരിയാകണമെങ്കിൽ, പിൻപിലുള്ളത് മറക്കാൻ കഴിയണമെങ്കിൽ, ആമേൻ, മറഞ്ഞിരിക്കുന്ന ഒരു ഗുപ്തനിധി പോലെ ചിലത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ആത്മാവിൽ കാണാൻ കഴിയണം. എനിക്കൊരു നിത്യത സ്വർഗത്തിലുണ്ട്. എന്നെ വിട്ടുപോയ വിശുദ്ധന്മാരുടെ കൂടെ ആമേൻ ഞാൻ കാത്തിരിക്കുന്ന എന്റെ മഹത്വവാനായ യേശുവിന്റെ കൂടെ ഒരു ദിവസം അവനെ കണ്ട് ആ ദൈവത്തോട് കൂടിരുന്ന് ആരാധിക്കുന്ന ഒരു ദിനമുണ്ട്. ആ സ്വർഗീയമാകുന്ന നാളുകളെ ഓർക്കുമ്പോൾ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവേ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു കാത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു. മരുഭൂമിയിൽ തളരാതെ മരുഭൂമി കൃപയാ. മരുഭൂമിയിൽ മരുഭൂമി കൃപയാ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി. അവ സ്വർഗനാട്ടിനൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടും. ചാൾസ് ജോൺ എന്ന് പറയുന്ന കുറെ വർഷങ്ങൾക്ക് മുൻപേ ആമേൻ ഉള്ളൊരു ദൈവദാസൻ ഞങ്ങളുടെ നാട്ടിൽ എടക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷത്തിന്റെ സന്ദേശവുമായിട്ട് കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ജോലിയുണ്ട്. അപ്പോൾ തന്നെ ലഭിക്കുന്ന സമയത്ത് ആമേൻ വിളിക്കുന്ന ഇടങ്ങളിൽ പോയി ദൈവവചനം സംസാരിക്കുന്ന ഒരു ദൈവമനുഷ്യനാണ്. അദ്ദേഹം ഒരു ദിവസം എടക്കരയിൽ വന്നു. ആമേൻ ആ സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചതിന് ശേഷം ആ രാത്രിയിൽ കോട്ടയത്തേക്കുള്ള KSRTCയിൽ ബസ് കയറുവാനിടയായി തുടങ്ങി. നേരം വെളുക്കുവോളം ആ സീറ്റ് കിട്ടാതെ അദ്ദേഹം ആ ബസ്സിൽ യാത്ര ചെയ്തു. അങ്ങനെ കോട്ടയത്തെത്താൻ സമയമായപ്പോൾ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഇത്രയും ക്ഷീണിച്ച് നിന്ന് ഈ രാത്രി മുഴുവനും യാത്ര ചെയ്ത് ഉറക്കുളച്ച് വന്ന് എനിക്ക് പ്രഭാതത്തിൽ എന്ത് ചെയ്യണം? ജോലി ചെയ്യാൻ വേണ്ടി പോകണം, ഓഫീസിൽ പോകണം. ആമൻ അന്ന് തന്നെ വൈകുന്നേരം എന്തുണ്ട്? പൊൻകുന്നത്ത് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്. ആ ജോലി കഴിഞ്ഞിട്ട് വേണം ആ മീറ്റിംഗിന് പോകാൻ. അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ച് പൊൻകുന്നത്തുള്ള ആമൻ ആ മീറ്റിംഗിന് പോകുന്നില്ല. ഇന്ന് രാവിലെ ജോലിക്ക് കയറിയിട്ട് ആമ വിശ്രമിക്കാമെന്ന് ചിന്തിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ അകത്ത് കൊടുത്ത ഗാനത്തിന്റെ ഈരടികളാണ് സ്വർഗനാട്ടിലൻ ആമൻ പ്രിയൻ തീർത്തിടും ആമൻ എന്നുള്ള ആ സ്വന്തം വീട്ടിൽ ചെല്ലുമെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയേറുന്ന ഗാനം. ഓരോ പാട്ടിന്റെ പിൻപിലും ആമൻ ഇന്നിറങ്ങുന്ന പാട്ട് പോലല്ല, പഴയ പഴയ ആത്മീയ ഗീതങ്ങളുടെ പുറകിൽ ഓരോ ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ ചാലിച്ചെഴുതിയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങളാണ് നാം ഇന്ന് പാടി ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്ന ഗാനങ്ങൾ. സ്തോത്രം. അപ്പൊ നോക്കിയേ, ഇവിടെ പറയുകയാണ് പിൻപിലുള്ളത് എന്ത് ചെയ്യണം? ആമൻ മറക്കണം. പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന്
ആഞ്ഞുകൊണ്ട് അവൻ മുൻപിൽ ഒന്നുണ്ടെന്നുള്ള ഒരു പ്രത്യാശയാണ് മുൻപോട്ട് എന്ത് ചെയ്യുന്നത്, പോകുവാൻ നമ്മെ ബലം തരുന്നത്. അപ്പൊ പൗലോസ് പറയുകയാണ്, പിൻപിലുള്ളത് മറന്ന് ആമേൻ മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണ്. സ്തോത്രം. പുറകിലുള്ളതിനെ മറന്നെങ്കിലേ മുൻപിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഓടാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. നോക്കിയേ, ഇങ്ങനെയാണ് ആ വാക്യം പറയുന്നത്. 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക, തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ യേശു എന്ത് ചെയ്തു, സഹിച്ചു. ഒത്തിരി അപമാനങ്ങൾ നേരിട്ടു, ഒത്തിരി പരിഹാസ്യനായി തീർന്നു, പരിഹസിക്കപ്പെട്ടു, ഒത്തിരി നിന്ദകൾ സഹിച്ചു. പക്ഷെ എന്താണെന്നറിയാമോ, ആ ക്രൂശിനെ സഹിച്ചതിന്റെ പിൻപിൽ ഉള്ള രഹസ്യമെന്ന് പറയുന്നത്, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഒരു അനുഭവം മുൻപിൽ യേശു കാണുവാനിടയായി തീർന്നു. യേശു ഇതെല്ലാം സഹിക്കാൻ യേശുവിന് പ്രചോദനം കൊടുത്തത് എന്താണെന്നറിയാമോ? ആമൻ ഒന്ന്, ദൈവത്തിന്റെ പുത്രനും ആമൻ പിതാവാകുന്ന ദൈവം ഏൽപ്പിച്ച കർത്തവ്യം പൂർത്തീകരിക്കുക എന്നുള്ളതുമാണ്. ആമൻ മറ്റൊന്നെന്തെന്നറിയാമോ? പിതാവാകുന്ന ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ ഏൽപ്പിച്ച ഈ ശുശ്രൂഷകൾ തികച്ചു കഴിഞ്ഞാൽ എനിക്ക് പോയി ഇരിക്കാൻ കഴിയും. സ്തോത്രം. അപ്പൊ യേശു അപമാനം എന്ത് ചെയ്തില്ല, അതൊന്നും കാര്യമായി ഏറ്റെടുത്തില്ല. പരിഹസിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, ഒത്തിരി ഭാരമേറിയ സങ്കടകരമാകുന്ന മനുഷ്യ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ഒത്തിരി നിന്ദകൾ സഹിച്ചു. നിന്ദകൾ സഹിക്കുക മാത്രമല്ല, തന്റെ ശരീരം എന്ത് ചെയ്തു, തകർക്കപ്പെട്ടു. യേശുവിന്റെ ശരീരം മാത്രം തകർക്കപ്പെടുകയല്ല, ആ രക്തം അവസാന തുള്ളി വരെയും നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, ചീന്തപ്പെടുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ള ദൈവമക്കളെ? പിതാവാകുന്ന ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഞാൻ ഇരിക്കാൻ പോകുന്ന സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ ഞാൻ സഹിക്കേണ്ടതല്ല, മനസ്സോടെ സഹിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിൻപിലുള്ളതൊക്കെ എന്ത് ചെയ്തു, മറക്കുവാനിടയായി തീർന്നു. അടുത്തതാണ് നാം വായിച്ചത് മൂന്നാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നേരിട്ട് ഇങ്ങനെയുള്ളവന്റെ വിരോധം സഹിച്ച് ധ്യാനിച്ചുകൊള്ളുവേ. എങ്ങനെയാണ് നാം ഓടേണ്ടത്? ജീവരക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? ഓടണം. എന്തിനു വേണ്ടി ഓടേണ്ടത്? ജീവന്റെ രക്ഷയ്ക്കായിട്ട് ഓടണം. പഴയ നിയമത്തിൽ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട കുടുംബങ്ങളുടെ കഥാ സംഭവങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു മനുഷ്യനാണ് ആര്? ലോത്തും തന്റെ കുടുംബം. അല്ലേ? ആമേ. ദൈവപുരുഷന്മാർ വന്നു പറഞ്ഞു, ഈ പട്ടണത്തെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്? നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഈ പർവ്വതം വിട്ട് മറ്റു പർവ്വതത്തിലേക്ക് പോയി രക്ഷപ്പെടണമെന്ന് എന്ത് ചെയ്തു, പറയുവാനിടയായിട്ടുണ്ട്. ജീവന്റെ രക്ഷയ്ക്കായിട്ട് ഓടണം, ഈ പട്ടണം നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോലും പോകാൻ കൂട്ടാക്കാത്ത ലോത്തിനെയും തന്റെ ഭാര്യയെയും തനിക്കുള്ള മക്കളെയും ആ ദൈവപുരുഷന്മാരെന്ത് ചെയ്തു, നിർബന്ധിച്ച് അവരെ ഓടാൻ നിർബന്ധിച്ചു. അവരുടെ കൈക്ക് പിടിച്ച് അവരെ ആ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി. അവരോട് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, ആമൻ ഓടുന്ന ഓട്ടത്തിൽ പുറകിലേക്ക് എന്ത് ചെയ്തത്, തിരിഞ്ഞു നോക്കരുത്. പിറകിലുള്ളതെല്ലാം നിങ്ങൾ മറക്കണം, മറന്നേ ഓടുവാൻ പാടുള്ളൂ. ആമൻ. അവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ്. ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു, തിരിഞ്ഞു നോക്കി. അവൾ എന്തായി മാറി? ഒരു ഉപ്പുതൂണായി മാറി.
ആമേൻ. ഇങ്ങനെയാണ് മത്തായി സുവിശേഷത്തിൽ പറയുന്നത്, ലോത്തിന്റെ ഭാര്യയെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളുവേ. എന്താ കാരണം? ഇന്നും ഉപ്പുതൂണായിട്ട് നിൽക്കുന്നത് ചരിത്രത്തിന്റെ സംഭവത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറാനിടയായി തീർന്നു. പിൻപിലുള്ളത് മറന്ന് രക്ഷയ്ക്ക് വേണ്ടി ഓടണമെന്ന് കൽപ്പന ലഭിച്ചിട്ട് തിരിഞ്ഞ് പിറകിലുള്ളത് മറക്കാൻ തയ്യാറായില്ല. നാളുകളായി സമ്പാദിച്ചതും നാളുകളായി അവർ പിടിച്ചടക്കിയതും ഒത്തിരി ആ സോദോം ഗൊമോറയിൽ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് തമ്പുരാൻ തീരുമാനിച്ചു, ആ പട്ടണത്തെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് കാരണം? ആമൻ മ്ലേച്ഛതകൾ കൊണ്ട്, പാപം പെരുകിക്കൊണ്ട്, ആമൻ ദൈവത്തിന് വഷളന്മാരായി, ആമൻ സ്തോത്രം, ദൈവത്തിനെ ആമൻ കോപിപ്പിച്ചുള്ള ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ഇത് നമുക്ക് എന്ത് ചെയ്തിരിക്കും? ഒരു ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുക. അവരോട് പറഞ്ഞു, ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിക്കും. മധ്യസ്ഥി അണയ്ക്കുന്നൊരു അബ്രഹാമുണ്ട്. അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, 50 പേര് 40 പേര് 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ യഹോവയാകുന്ന ദൈവം പറയുകയാണ്, ആ പട്ടണത്തിൽ ഒരു 10 പേരുണ്ടെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുകയില്ല, നശിപ്പിക്കുക. ആമൻ. അബ്രഹാമിന്റെ കൂടെ നടന്ന ആമൻ ലോത്തിന്റെ മക്കളും ആ പട്ടണത്തിൽ ചെന്ന് ആ പട്ടണത്തെ നേടേണ്ടവരായിരുന്നു. പക്ഷെ ആ പട്ടണക്കാരോടുകൂടെ വലഞ്ഞുപോയൊരു മനുഷ്യനായിരുന്നു ലോത്ത്. നമ്മുടെ ദൈവം ഈ പാലക്കാട് ജില്ലയുടെ മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ പഞ്ചായത്തിലും വാർഡുകളിലും വിവിധ ഗ്രാമങ്ങളിലും ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പാപത്തിന്റെ നടുവിൽ പാപികളോട് ചേർന്ന് നിൽപ്പാനല്ല, അതിന്റെ അപ്പുറത്ത് വെളിച്ചം തെളിയിക്കുവാൻ വേണ്ടിയാണ്. ആ പട്ടണത്തെ നേടാൻ വേണ്ടി, ആ ഗ്രാമത്തെ നേടാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളിലേക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ഗ്രാമത്തിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ആ പട്ടണക്കാരെ പോലെ ആകാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. പട്ടണത്തിന്റെ കാവൽക്കാരാ, രാത്രി എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് നാം ഓരോരുത്തരുമാണ്. പട്ടണത്തിന്റെ കാവൽക്കാരാക്കി ദൈവം നമ്മെ വെച്ചിരിക്കുകയാണ്. കാവൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഉറങ്ങാനുള്ള വ്യവസ്ഥയില്ല. ആമേൻ, സ്തോത്രം. ആ ദേശത്തിന്, ആ ഗ്രാമത്തിന് കാവലായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. നാം പാർക്കുന്ന ചുറ്റുപാടുകൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ നാം പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ താലൂക്കിന് വേണ്ടി, നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി, നമ്മുടെ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ലോത്തിന് അത് സാധിച്ചില്ല. ലോത്തിനെ പറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വലഞ്ഞുപോയ നീതിമാൻ. സ്വത്രം. ആ പട്ടണക്കാരോടുകൂടെ ഇടപഴകി ജീവിക്കുവാനിടയായി തീർന്നു. ദൈവദൂതന്മാർ ചെന്നപ്പോൾ കണ്ടത് പട്ടണവാതിൽക്കൽ ഇരിക്കുന്ന ഒരു ലോത്തിനെയാണ്. ആമൻ. ദൈവം അബ്രഹാമിനോടുള്ള ആ ദൈവം കനിവും വെച്ച് തന്റെ സഹോദര പുത്രനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ദൈവം പദ്ധതിയിട്ടു. എന്നാൽ സംഭവിച്ചത്, പുറകിലോട്ട് നോക്കിയ ലോത്തിന്റെ ഭാര്യ ഒരു ദൃഷ്ടാന്തമായി ഉപ്പുതൂണായി അവിടെ നിൽക്കാനിടയായിട്ട് പിന്നത്തെ സംഭവങ്ങളൊന്നും ഒരു സദസ്സിൽ നമുക്ക് പറയാൻ പറ്റാത്ത സംഭവങ്ങളായിട്ട് മാറാനിടയായി തീർന്നു. എന്താ ദൈവമക്കളെ കാരണം? പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തിൽ വിശ്വസ്തയോടെ ഓടാൻ കഴിയാത്ത നിമിത്തമാണ് സംഭവിച്ചത്. ജീവന്റെ രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? ഓടുവാനിടയായി തീരണം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം കൂടാരവാതിൽക്കൽ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അബ്രഹാം ചെന്നിടത്തൊക്കെ യാഗപീഠം മാറ്റിയിടിച്ച് യാഗവും ആരാധനയും പ്രാർത്ഥനയും
അബ്രഹാമിന്റെ കൂടാരത്തിലുണ്ടായിരുന്നു. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും അവന്റെ വീട് ആരാധനയും പ്രാർത്ഥനയുമുള്ള വീടായിരിക്കും. അത് വാടക വീടാകാം, സ്വന്തം വീടാകാം, അവൻ അല്ലാത്ത വീടാകാം. നാം പാർക്കുന്ന സാഹചര്യത്തിൽ, നാം ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചു ഭവനമായിട്ട് മാറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ സോദോം ഗോമോറിൽ തീയും ഗന്ധവും വർഷിച്ച് ആ പട്ടണത്തെ എന്ത് ചെയ്തു? ഉന്മൂലനാശം ചെയ്തപ്പോൾ അബ്രഹാമിന്റെ കൂടാരത്തിലും അബ്രഹാം പാർത്തയിടത്തും ഒരു സ്തോത്രം, തീക്കണിക പോലും അവിടെ വീണില്ല. എന്താ കാരണം? പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ആരാധിക്കുന്നവന്റെ ഭവനത്തെ കാത്തുരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ശത്രു നിനക്കെതിരെ എത്ര അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടാലും, അവൻ എത്ര പ്രബലനാണെങ്കിലും, ആരാധിക്കുന്ന ദൈവത്തിന്റെ ഭവനത്തെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്, പരിചരിക്കുന്ന ഒരു ദൈവമുണ്ട്, രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആരാധനയും പ്രാർത്ഥനയിലും യേശുവിന്റെ രക്തത്താലും പൊതിയപ്പെട്ട ഒരു ആത്മീക ജീവിതമായിരിക്കും. അതുകൊണ്ടാണ് ദൈവമക്കളെ പ്രാർത്ഥിച്ച് കിടക്കാൻ നേരത്തെ ഭവനത്തെയും കോമ്പൗണ്ടിനെയും ഒക്കെ യേശുവിന്റെ രക്തത്താൽ പൊതിയണമെന്ന് പറയുന്നത്. ശത്രു വന്നു കഴിയുമ്പോൾ യേശുവിന്റെ രക്തം കണ്ട് അവൻ ഭയന്നു പോകാനിടയാണ്. പിശാചിന് പേടിയുള്ളത് ഒറ്റ കാര്യമുള്ളൂ, യേശുവിന്റെ രക്തം. പിശാചിന് ഭയമാണ്. ബാക്കിയുള്ള ഒന്നിനെയും പിശാചിന് ഭയമില്ല. എത്ര തടിമെടുക്കും, എത്ര വണ്ണവും പൊക്കും, എത്ര ആയുധങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതൊന്നും ആർക്ക് പേടിയില്ല. സാത്താന് പേടിയില്ല. സാത്താന് പേടിയുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവിന്റെ രക്തം. അവന് ഭയമാണ്. സ്വന്തം. അതുകൊണ്ട് ആ പിശാച് ഇളകി കഴിയുമ്പോ യേശുവിന്റെ രക്തം കൊണ്ട് യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ് അതിനെ എന്ത് ചെയ്യുന്നത്? പുറത്താക്കുന്നത്. യേശുവിന്റെ രക്തം കണ്ടാൽ പിശാചിന് ഭയമാണ്. അവൻ പറയും, ഞാൻ എന്ത് ചെയ്തോളാം, പൊയ്ക്കോളാം എന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പറയും. മിസ്രൈമിൽ സ്തോത്രം, ദൈവം ബാധയയക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കൂടാരങ്ങളിൽ യഹോവയാകുന്ന ദൈവം മോശെ മുഖാന്തരം പറയുകയാണ്. എന്താ പറഞ്ഞേ? വേർതിരിച്ചാട്ടിൽ മുട്ടി അറുത്ത് അതിന്റെ രക്തമെടുത്ത് ഈ സോപ്പ് തണ്ടിൽ മുക്കി കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും ഈ കുഞ്ഞാടിന്റെ രക്തം എന്ത് ചെയ്യണം? പുരട്ടണം. ഇതാർക്കുള്ള ഭവനമാണ്? യേശുവിനുള്ള ഭവനമാണ്. നമ്മുടെ ഭവനത്തിന്റെ അടയാളം എന്ന് പറയുന്നത് യേശുവിന്റെ രക്തമാണ്. നമ്മുടെ ഭവനത്തിന്റെ അടയാളം. ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം. ഒടുവിലത്തെ ബാധയാണ് ദൈവം അയച്ചത്, കടിഞ്ഞൂൽ സംഹാരം. ഈ സംഹാരകൻ മിസ്രൈമിലെ കൊട്ടാരത്തിൽ അരമനയ്ക്കകത്തുള്ള കടിഞ്ഞൂലിനെ എന്ത് ചെയ്തു? സംഹരിച്ചു. ആട്ടിൻ തൊഴുത്തിലും മാട്ടിൻ തൊഴുത്തിലുമുള്ള കടിഞ്ഞൂലുകൾ എന്ത് ചെയ്തു? പെടഞ്ഞു വീണ് കത്തു. മിസ്രൈമിൽ ഒരു നിലവിളിയുടെ ശബ്ദമുയർന്നു. എന്നാൽ ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിൽ സംഹാരകന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണമെന്നറിയാമോ? ആ കൂടാരങ്ങളിൽ പാർക്കുന്നവർ ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ മുദ്രയിടപ്പെട്ടവരായിരുന്നു. ഒരു ഭാഗത്ത് സംഹാരം നടക്കുമ്പോൾ മറുഭാഗത്ത് ഇസ്രായേൽ മക്കൾ അവിടെ പുറപ്പെടുവാൻ തയ്യാറാകുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലോ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന നിനക്കൊരു പുറപ്പാടുണ്ട്. നിനക്കൊരു ഓട്ടത്തിന് നിനക്കൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഒരു പുറപ്പാട് നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫറവോന്റെ ഹൃദയം അലിയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഫറവോന്റെ കൊട്ടാരത്തിലും ഫറവോന്റെ മിസ്രൈമിലുള്ള കൂടാരങ്ങളിലും
വീടുകളിലും നിലവിളി ഉയർന്നു. സഹിക്കാൻ പറ്റാത്തതുപോലെ ഓരോ വീട്ടിലുമുള്ള കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെട്ടു. ആമൻ. മരണത്തിന്റെ കൂട്ട നിലവിളി ആ വീടുകളിൽ ഉയർന്നപ്പോൾ സൈഡിൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടുവാൻ വേണ്ടി തയ്യാറാകുകയാണ്. ചെരുപ്പിട്ടുകൊണ്ട്, അരമുറുക്കിക്കൊണ്ട്, വടിയുമെടുത്തുകൊണ്ട് ഇതാ ഒരു പുറപ്പാടിന് വേണ്ടി തയ്യാറാകുകയാ. ഇന്ന് പകൽക്കാലത്തിന്റെ ക്ലേശിപ്പിക്കുന്ന നാളുകളാൽ നിന്നെ പിന്തുടരുന്ന ആമതിന്റെ സമാധാനത്തെ എടുത്തു കളയുന്ന ദുഷ്ടന്റെ അമിക്കയറുകൾ ഇന്ന് പകൽക്കാലം തകർന്നു മാറുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവജനം ആരാധിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വിടുതലിന്റെ പകലായി മാറട്ടെ. ദുഷ്ടന്റെ അമിക്കയറുകൾ തകരട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ ഭവനം വിട്ട് മാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവന്റെ രക്ഷയ്ക്കായിട്ട് ഓടുന്നു. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ആമെ മോഹം വിട്ട് ഓടാനിടയായിത്തീരണം. 2 തിമോത്തിയോസിന്റെ ലേഖനം ഒന്ന് എടുത്ത് പെട്ടെന്ന് എടുത്താണ്. 2 തിമോത്തിയോസ് 2:22 വാക്യം ഒന്ന് വായിച്ച്. 2 തിമോത്തിയോസ് 2:22 വാക്യം. ഹല്ലേലൂയ. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. 2-ാം അധ്യായത്തിന്റെ 22 വാക്യമാണ് നമ്മൾ വായിച്ചത്. 2 തിമോത്തിയോസിന്റെ ലേഖനം. യൗവന മോഹങ്ങളെ വിട്ടോടണം. സ്തോത്രം. നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയം. സ്തോത്രം. എന്തൊക്കെ വേണം? യൗവന മോഹങ്ങളെ വിട്ടോടുവാൻ തയ്യാറാകണം. ലോകത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന, നമുക്കിഷ്ടമുളവാക്കുന്ന ധാരാളം നമ്മുടെ കൺമുൻപിലൂടെ വരും. എന്നാൽ അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വിട്ടോടുവാൻ തയ്യാറാകണം. സ്തോത്രം. ആമേൻ. നമ്മുടെ സിനിമ തിയേറ്ററിൽ പോയിട്ട് എന്ത് ചെയ്യത്തില്ല? ടിക്കറ്റ് എടുത്ത് സിനിമ കാണത്തില്ല. എന്നാൽ വീട്ടിൽ ടിക്കറ്റ് എടുക്കണ്ടാത്തോണ്ട് സിനിമ കാണാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പണ്ടൊന്നും പെന്തക്കോസ്തുകാരുടെ വീടുകളിൽ TV പോലും പാടില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. സ്തോത്രം. ആമേൻ. ഇന്ന് TV സീരിയലുമാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെ എടുത്തു കളയുന്നത്. ഇന്ന് പകൽക്കാലം പറയാം, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആത്മീയ കാര്യങ്ങളും എടുത്തു കളയുന്ന സിനിമയും സീരിയലും വീടിന്റെ അകത്ത് മുഴങ്ങിയാൽ പിശാച് അതിന്റെ അകത്ത് കൂടുവെച്ച് താമസിക്കും. സ്തോത്രം. ആമെ. കുടുംബ പ്രാർത്ഥന നടത്തേണ്ട സമയത്ത് നീ സീരിയലിന്റെ മുൻപിൽ റിമോട്ട് ഞെക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാത്താൻ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയാം, ആമൻ. ദൈവമക്കളെ, ആമൻ, ഇത് നമ്മൾ ക്രമീകരിച്ചിരിക്കണം. സ്തോത്രം. പണ്ടൊക്കെ ഉള്ള ആളുകള് ഈ സിനിമ പോസ്റ്റം അതിൽ കണ്ടാ പോലും നോക്കാതെ നടക്കുന്ന വിശ്വാസികളായിരുന്നു. ഇന്നിപ്പോ ചിലര് ചിന്തിക്കുന്ന, എന്തായാലും സിനിമാ തിയേറ്ററിൽ പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വാൾ പോസ്റ്റെങ്കിലും എന്ത് ചെയ്തേക്കാം, ഒന്ന് നോക്കിയാൽ. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ ആരും അങ്ങനെ ഉള്ളവരല്ലെന്ന് എനിക്കറിയാം. സിനിമാ തിയേറ്ററിലൊന്നും പോകുന്നവരല്ല. സ്തോത്രം. നിങ്ങൾ സ്തോത്രം പറയാതിരിക്കുമ്പോ ഒരു ചെറിയ സംശയം. ഹല്ലേലൂയ. ഞങ്ങള് പാസ്റ്ററെ മരണക്കിണർ കാണാൻ മാത്രം എന്ത് ചെയ്യുന്നു, സർക്കസ് കാണാനേ ഞങ്ങൾ എന്ത് ചെയ്യാറുള്ളൂ, പോകാറുണ്ട്. അപ്പൊ നോക്കി, ഇവിടെ പറയുകയാണ് മോഹം വിട്ടോടുക. ഉൽപ്പത്തി 3:6 വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 3:6 വാക്യം. ഉൽപ്പത്തി പുസ്തകം 3:6 വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും
കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. അതുവരെ ആ സ്ത്രീക്ക് അതൊന്നും കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. സ്തോത്രം. അതുവരെ ഈ സ്ത്രീക്ക് അതൊന്നും കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. അത് അന്നുണ്ടായ വൃക്ഷമൊന്നുമല്ല, നേരത്തെ ഉണ്ടായ വൃക്ഷം തന്നെയാണ്. പക്ഷെ പിശാചുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിൽ അവളുടെ ഉള്ളിലെ തോന്നലുകൾ ഇവിടെ എഴുതിയിരിക്കുകയാണെന്താ? ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. സ്തോത്രം. അതുവരെ ആ വൃക്ഷം അവിടെയുണ്ട്, വൃക്ഷഫലവും അവിടെയുണ്ട്. തമ്പുരാൻ പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. അതിലെ പോയിട്ടുണ്ട്, നേരത്തെ അത് കണ്ടിട്ടുണ്ട്, പറിക്കാൻ തോന്നിയിട്ടുണ്ട്, പക്ഷേ പറിച്ചില്ല. തിന്നാൻ തോന്നിയിട്ടുണ്ട്, തിന്നില്ല. പക്ഷെ ഇവിടെ പിശാച് 3-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ വായിക്കണ്ട, പാമ്പുമായിട്ട് എന്ത് ചെയ്യുകയാണ്? അവൾ സംസാരിച്ചു. അപ്പൊ പാമ്പ് പറയുകയാണ്, ഇത് തിന്നു കഴിഞ്ഞാൽ നീ ആരെ പോലാവും? ദൈവത്തെ പോലെ. സ്തോത്രം. ദൈവം പറഞ്ഞതിനെ കാറ്റിൽ പറത്തിയിട്ട് പിശാച് പറഞ്ഞത് അനുസരിച്ചു. സാത്താൻ അവളെ എന്ത് ചെയ്തു? തോൽപ്പിച്ചു. അപ്പൊ നോക്കിയേ, ആമ യൗവന മോഹങ്ങളെ വിട്ടോടണം. ഈ പഴം തിന്മാൻ നല്ലതാണ്, കാണാൻ മനോഹരമാണ്. മോഹത്തിൽ അവൾ എന്ത് ചെയ്തു? അകപ്പെട്ടു. എന്താ സംഭവിച്ചത്? അവൻ ആദമിനെ കൊണ്ടുപോയി കൊടുത്തു. അവർ രണ്ടുപേരും നഗ്നരായി മാറി. ഏദൻ പറുദീസയിൽ നിന്ന് അവരെ പുറത്താക്കി. എന്താ സംഭവിച്ചത്? ഏദൻ പറുദീസയിൽ നിന്ന് അവരെ പുറത്താക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ പറയുന്നത്, വീണ്ടും അവർ അങ്ങോട്ട് കയറാതിരിക്കാൻ കറങ്ങുന്ന ഒരു വാളും അവിടെ എന്ത് ചെയ്തു? ഫിറ്റ് ചെയ്തു. സ്വത്രം. ഇനി അവർ കയറിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ജീവന്റെ ഫലവും കൂടി അവരെന്ത് ചെയ്യും? ഇപ്പം മരണം ആ തിന്മയുടെ ഫലമാണ് തിന്നത്. ഇനി അവര് തിരികെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ജീവന്റെ ഫലം കൂടി എന്ത് ചെയ്യും? വലിച്ചു. പക്ഷെ തമ്പുരാൻ എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുവാനിടയായി. ഇവിടെ നാം ചിന്തിച്ചു വരുന്നത്, യൗവന മോഹം വിട്ട് ഓടാനിടയായി തീരണം. ഒന്നെന്താ നമ്മൾ പറഞ്ഞത്? ജീവന്റെ രക്ഷയ്ക്കായിട്ട് ഓടണം, മോഹം വിട്ട് ഓടണം, ലോകത്തിന്റെ മാലിന്യം വിട്ട് എന്ത് ചെയ്യണം? 2 പത്രോസ് 2:20 വാക്യം ഒന്ന് വായിച്ചേ. 2 പത്രോസ് 2:20 വാക്യം. 2 പത്രോസിന്റെ ലേഖനം. രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ, അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ അധികം വഷളായി പോകും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടി. ലോകത്തിന്റെ ആടുകളായി ജീവിച്ചൊരു കാലം നമ്മുടെ പുറകിലുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാന നിമിത്തം അതിനെ നമ്മൾ എന്ത് ചെയ്തു? വിട്ടു. അതിനെ വിട്ടോടി. ലോകത്തിലുള്ള നമുക്ക് സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ ലോകപ്രകാരമുള്ള പല പാപത്തിന്റെ പ്രവർത്തികളും അവർ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മളത് കണ്ടിട്ട് അതിനെ എന്ത് ചെയ്യുക? വിട്ടോടുകയാണ്. സ്തോത്രം. ഇങ്ങനെയാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പാപികളുടെ ആ വാക്യം 1-ാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ആരാണ്? അപ്പൊ പാപികളുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. എന്താ അങ്ങനെ പറഞ്ഞത്? നിന്ന് കഴിഞ്ഞാൽ നീ ഇരിക്കും. ഇങ്ങനെ നടന്നു പോവാ.
നടന്നു പോയപ്പോ 5-6 പേര് വട്ടവിരിക്കുന്ന എന്താണെന്ന് അടുത്തോട്ട് ചെന്ന് എന്ത് ചെയ്തു? ഒന്ന് നിന്ന് നോക്കിയപ്പോ അവരെന്തോ കളിച്ചോണ്ടിരിക്കുക? ചീട്ട് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ അത്യാവശ്യം ചീട്ടുകളെയൊക്കെ പണ്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഗ്ലാമർ എടുത്ത് അപ്പുറത്ത് അടിക്കടാന്ന് അരങ്ങേറിയപ്പോ പറഞ്ഞു. അങ്ങനെ കളി പഠിപ്പിച്ചു തുടങ്ങി. ജോക്കർ എടുത്ത് ഇപ്പുറത്ത് കൊടുക്കാൻ പറഞ്ഞു. ഡൈമൻ എടുത്ത്, അപ്പൊ പാസ്റ്റർക്ക് അങ്ങനെ കളി അറിയാലോ. സ്തോത്രം. ആമൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ആമൻ ഒരുത്തരം അങ്ങോട്ട് ഇച്ചിരി നീങ്ങിയിരുന്നപ്പോ ആ ഗ്യാപ്പിൽ ഇവനങ്ങ് ഇരുന്നു. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പാപികളുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. പരിഹാസികളുടെ പരിഹാസികൾ ഇപ്പൊ അവൻ നിന്നത് ഇപ്പൊ കുഴപ്പമായി. അവനിരുന്നു. സ്വത്രം. ഇരിക്കാൻ വേണ്ടി പോയതല്ല, നിൽക്കാൻ വേണ്ടി പോയതല്ല, പക്ഷെ അറിയാതെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞതിന്റെ എത്രയോ അർത്ഥവത്തായിട്ടുള്ള തിരുവചന സന്ദേശമാണ്. നോക്കിയേ, അങ്ങനെ മാലിന്യം വിട്ടോടി അതിൽ വീണ്ടും കുടുങ്ങിപ്പോകുക. നമ്മൾ എന്ത് ചെയ്തു? ഈ പാപത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്ത? വിട്ടോടിയതാണ്, ഗുഡ് ബൈ പറഞ്ഞതാണ്, ദൈവകൃപയിൽ വന്നതാണ്. പക്ഷെ അവസരം കിട്ടിയാൽ അവൻ നമ്മളെ കൊടുക്കും. അവസരം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അവൻ കൊടുക്കും. ആരും കുടുങ്ങിപ്പോകരുത്. സ്വത്രം. കുടുങ്ങിപ്പോകരുത്. കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആദ്യത്തേതിനേക്കാൾ നീ വഷളായിട്ട് എന്ത് ചെയ്യും? പണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവകൃപയിൽ വന്നവർ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ അവരെ പിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒത്തിരി പാടാണ്. ആമേൻ. അതുകൊണ്ട് ദൈവമക്കൾ ഭയക്കണം. ഈ വിശ്വാസ ജീവിതത്തിൽ അന്ത്യം വരെ നിൽക്കുക എന്നുള്ളത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. അതിന് നമുക്ക് ദൈവവചനം വായിക്കാം, പ്രാർത്ഥിക്കണം, ആത്മീയ കൂട്ടായ്മകൾക്ക് നമ്മൾ സംബന്ധിക്കണം. നിങ്ങളുടെ വീടുകളിൽ സ്തോത്രം പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയെടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്കൊരു ആത്മീക ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധാനത്തിൽ ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. ഇന്ന് പകൽക്കാലം നമ്മളെ കേൾപ്പിച്ച ദൈവജനത്തിന് മുൻപാകെ നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരികയില്ല. പക്ഷെ ആരോടൊക്കെയോ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ഹൃദയസ്ഥമായി ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഈ തിരുവചനം സംസാരിച്ച എന്നോട് ഈ വചനം ഇടപെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം ഇരുവായുത്തലയുള്ള വാളാണ്. അത് ജീവൻ നൽകുന്നതാണ്. അത് നമ്മെ ചലിപ്പിക്കുന്നതാണ്. സന്ധി മഞ്ഞുകളെ വേർപിടിക്കുന്നത് തുളച്ചിയെല്ലുന്നതാണ് ദൈവത്തിന്റെ വചനം. ചില രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നത്, ചിലരെ ജീവിപ്പിക്കുന്നതാ, ചിലരെ ശക്തീകരിക്കുന്നതാ, ചിലരെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. പ്രിയമുള്ള ദൈവവേദനയെ പിൻപിലുള്ളതൊന്നും മറക്കുവാനിടയായിട്ടില്ല. ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ, ഒട്ടേറെ വേദനകളുടെ നടുവിൽ കൂടെ, ഒട്ടേറെ കണ്ണുനീരിന്റെ നടുവിൽ കൂടെ കടന്നുപോയവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിൽ നെഞ്ചോട് കരം വെച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് തയ്യാറാണ്? ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില മിനിറ്റുകളെ എടുക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ദൈവസന്നിധാനത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളും ചില നിമിഷങ്ങളും അടഞ്ഞിരിക്കട്ടെ. നമ്മുടെ ഹൃദയം ഒന്ന് ഏകാഗ്രമാകട്ടെ. കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുൻപാകെ അപ്പോ ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞു ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. നിന്റെ അകത്തെ മനുഷ്യനെ ചലിപ്പിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന ആ മനസ്സിനെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുക. നിന്റെ മാനസിക വ്യതകളെ മാറ്റുന്ന, നിന്റെ കണ്ണുനീരൊപ്പുന്ന,
നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന, നിനക്ക് വേണ്ടി പുതു നന്മകൾ ഒരുക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾ നിറയട്ടെ, നമ്മുടെ ഹൃദയം ഒന്നുടയട്ടെ, നമ്മുടെ മനസ്സൊന്ന് തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടയിടണമേ. എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. എന്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം സ്വർഗസ്ഥ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിതമേറിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സ് ഞങ്ങളെ അനുവദിച്ചില്ലെങ്കിൽ കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരുന്ന് ഈ കൂട്ടായ്മയുടെ നടുവിൽ ഞങ്ങളെ കൊണ്ടുവന്നു. അങ്ങയുടെ കൃപകളോർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കർത്താവ് കേൾപ്പിച്ച തിരുവചന സന്ദേശത്തിനായി ഞങ്ങൾ അവിടുന്ന് നന്ദി പറയുകയാണ്. കേൾക്കപ്പെട്ട തിരുവചനം ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലും ഞങ്ങളുടെ സഭയ്ക്കും അത് അനുഗ്രഹമായി തീരട്ടെ. കേൾക്കപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കും. കൃപയോടെ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ